ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചാർട്ട് ഡയഗ്രാം എങ്ങനെ വരച്ചെടുക്കാം എന്നാണ്. ഒരു എക്സലിനകത്തോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗൂഗിൾ ഷീറ്റിനകത്തോ നമുക്ക് എങ്ങനെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്. അപ്പം ഞാനിത് ഒരു ബാർ ചാർട്ടാണ് ഇവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഡേറ്റ് തന്നെ എടുത്തിട്ട് നമുക്ക് പലതരത്തിലുള്ള ചാർട്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു സെയിം ഡേറ്റ് തന്നെ നമുക്ക് താഴേക്ക് എടുത്തിട്ട് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് വേറൊരു മോഡൽ ചാർട്ട് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് ഇതാണ്. ഇപ്പം ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫെബ്രുവരിയിൽ 116 ഉണ്ട്, മാർച്ചിൽ 1100 ഉണ്ട്, ഏപ്രിലിൽ 1700 ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ചാർട്ട് രൂപത്തിലാക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏതൊക്കെ സെൽസ് ആണോ വേണ്ടത് അത്രയും സെൽസ് സെലക്ട് ചെയ്യാം. അപ്പൊ എനിക്കിപ്പോൾ ഇത്രയും സെൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ അത് മുഴുവൻ സെലക്ട് ചെയ്തു. ഹെഡിങ്സ് വേണം, പിന്നെ ഏതൊക്കെ മന്ത് ആണെന്നുള്ളത് വേണം, ഓരോ മന്തിലുള്ള നമ്പേഴ്സ് വേണം. ഈ ടോട്ടൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ടോട്ടൽ മാറ്റാം. നമുക്ക് ഏപ്രിൽ വരെയുള്ള ഡേറ്റ മതി. ഓക്കെ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്ര സെൽസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ചാർട്ട് എടുക്കുക. അപ്പോൾ ഒരു പൈ ചാർട്ട് വന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ചാർട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പൈ ചാർട്ട് തന്നെയാണ് ഡീഫോൾട്ട് ആയിട്ട് വന്നത്. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ മുകളിലത്തെ പോലെ ബാർ ചാർട്ട് ആക്കാം, അല്ലെങ്കിൽ ലീനിയർ ലൈൻ ചാർട്ട് ആക്കാം. നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ആക്കാം. ഞാൻ പൈ ചാർട്ട് തന്നെ എടുക്കുകയാണ്. പൈ ചാർട്ടിൽ തന്നെ നമുക്ക് കുറെ കസ്റ്റമൈസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കസ്റ്റമൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ചാർട്ട് സ്റ്റൈൽ കൊടുക്കുക. അപ്പോൾ 3Dയിലാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 3D സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു 3D ഫോർമാറ്റിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് മാക്സിമൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്ത് കിട്ടും. അപ്പം നമുക്കത് വേണ്ട ഇതുപോലെ നമുക്ക് പെർസെൻറ്റേജ്, ഓരോ മാസത്തെയും പെർസെൻറ്റേജ് അറിയാനാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഡു നോട്ട് ഹോൾ, അത് ഈ സെൻറ്ററിൽ നമുക്ക് ഹോള് ഞാനത് കാണിക്കാം. അത് നമുക്ക് ഒരു 25% കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഹോൾ കാണിക്കും. ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. 50% കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇനി അത് 75% കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ളൊരു ഡോട്ട് ഹോൾ വരും. അപ്പം അങ്ങനെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ആ ഹോൾ കൊടുക്കാം. നമ്മുടെ ഇതിലും റെപ്രസെന്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിൽ നമ്മുടെ വോളിയൂംസ്. ഇപ്പം നമുക്ക് ഫെബ്രുവരിയിൽ 116 ആണ് വോളിയൂംസ് ഉണ്ടായത്. അപ്പോൾ 3.8% ആണ് നമുക്ക് ഫെബ്രുവരിയിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ മാർച്ചിൽ 38%, ഏപ്രിൽ വന്നപ്പോൾ 58% ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മാസം താഴേക്ക് എത്ര മാസം ഉണ്ടെങ്കിലും അത് നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സോ അല്ലെങ്കിൽ പ്രസന്റേഷൻസോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചാർട്ട് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് കൂടുതൽ ഈ ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എക്സലിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സലിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.